വെൽഡൻ അജയ്, വെൽഡൻ. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു അജയ്, ഈ മത്സരത്തിൽ മാത്രമല്ല ഇനി നടക്കുന്ന എല്ലാ മത്സരത്തിലും നിനക്ക് തന്നെയാണ് ഫസ്റ്റ്. അതെടാ. ഇനി മുതൽ നമ്മുടെ കോളേജിന്റെ അഭിമാനമാണ്. ഓക്കെ സ്റ്റുഡൻസ്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും പോയി റെസ്റ്റ് എടുക്കുക. അപ്പൊ നാളെ രാവിലെ ഏർലി മോർണിംഗിന് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ? ഓക്കെ സർ. ഓക്കേ ബൈ. നാളെ കാണാം. ബൈ. ബൈ. ശരി എന്നാ. ഛേ, അവനെ കണ്ടോ? നല്ല സ്മാർട്ട് ആണല്ലേ? അവന്റെ നല്ല സ്മൈൽ നോക്കിയേ. അവന്റെ കണ്ണ് കണ്ടില്ലേ, മാഗ്നറ്റ് പോലെ ഉണ്ടല്ലേ? അതേടി. അയ്യോ, ഞാൻ ദേ പോവാ. ഇങ്ങോട്ട് നോക്കി പോയാലോ? നമുക്ക് അവന്റെ അടുത്തേക്ക് പോയാലോ? ആൻസി. തെണ്ടുൽക്കർ നേരത്തെ ഔട്ടായി കഴിഞ്ഞ പിന്നെ കളി പോക്കടാ. അതുകൊണ്ട് തെണ്ടുൽക്കർ കളിക്കാൻ പാടില്ല ആദ്യം. ഏയ്, എടാ ഇന്നലെ പാർക്കിൽ വെറുതെ പോയിരിക്കും. ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ പ്ലീസ്, എനിക്കറിയില്ലടി. പ്രിൻസിപ്പൽ അഞ്ജലിയെ കാണണം എന്ന് പറഞ്ഞു. പിന്നെയോ? പാവ അഞ്ജലി, അവളെ ദൈവം തന്നെ രക്ഷിക്കണം. ഞാൻ എത്ര പ്രാവശ്യം അവളോട് പറഞ്ഞതാ. പിന്നെയും പോയി പെട്ടോളും. പെടട്ടെ, അപ്പോഴല്ലേ അറിയൂ. ഐ ആം സോറി. ഈ കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറയണായിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്യാ? ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും പ്രീതി കേട്ടില്ല. അവള് വലിയൊരു കുടുംബത്തിൽപ്പെട്ട പെണ്ണ. അങ്ങനെയുള്ള പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വീട് വിട്ട് ഓടിപ്പോയെന്നാ? അല്ലെങ്കിൽ നമുക്ക് പ്രീതിയുടെ പാരന്റ്സിനോടൊന്ന് സംസാരിച്ചാലോ? അച്ഛനോടോ അമ്മയോടോ? വേണ്ട സർ, അവള് മരിച്ചു കളയും. എന്താ സർ, എന്തുകൊണ്ട് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്? ആദ്യം അച്ഛനെ ഭയപ്പെടണം, പിന്നെ ചേട്ടനെ അനിയനെയൊക്കെ ഭയപ്പെടണം, കല്യാണത്തിന് ശേഷം ഭർത്താവിനെ ഭയപ്പെടണം, വയസ്സായതിനു ശേഷം മക്കളെ ഭയപ്പെടണം. ഇങ്ങനെ അവസാനം വരെ ഒരു പെണ്ണെപ്പോഴും ഭയപ്പെട്ട് ജീവിക്കണം അല്ലേ? ഒരു പെണ്ണിന് സ്വന്തമായ തീരുമാനങ്ങൾ ഒന്നും തന്നെ ഇല്ലേ? നിങ്ങൾ തന്നെ പറയൂ സർ, നിങ്ങൾ തന്നെ പറയൂ. നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല മോളെ. പെണ്ണായി ജനിച്ച ഞങ്ങൾക്ക് ഒന്നും അത്ര ഈസി ആയിട്ട് തരില്ലേ ഈ ദൈവം? ഇത്രയും പ്രശ്നങ്ങൾ കാരണം ഇത്രയും നാളും എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റാതിരുന്ന. ഓക്കെ, വിഷമിക്കണ്ട, ഞാൻ അറ്റൻഡൻസ് തരാം. പക്ഷേ പ്രീതിയുടെ പ്രശ്നങ്ങൾ എത്രയും വേഗം സോൾവ് ചെയ്യാൻ പറ്റുമോ അത്രയും വേഗം സോൾവ് ചെയ്തോണം. മനസ്സിലായോ? അതിനുവേണ്ടി നിന്റെ പഠിപ്പ് നഷ്ടപ്പെടുത്തണ്ട. ഓക്കെ? യെസ് സർ. ഞാനിപ്പോ ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ സർ? ഓ യെസ്, പ്രോമിസ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്. പാവം, കഷ്ടമായി. നല്ല കുട്ടിയാണ്, മിടിക്കുക. അഞ്ജലി നിക്ക്. അഞ്ജലി, അഞ്ജലി, എടി, എടി, നിക്ക്. നിനക്ക് അഞ്ജലി, നിക്ക്. ഏയ് അഞ്ജലി, ഏയ് നിക്ക്. അവിടെ നിക്ക്. ഓടാതെ. ഏയ് നിക്കടി, പ്ലീസ് നിക്ക്. അഞ്ജലി. അഞ്ജലി, അഞ്ജലി നിക്ക്. ഏയ് അഞ്ജലി നിക്കടി, അവിടെ നിക്കടി. നിക്കാനല്ലേ പറഞ്ഞേ? അഞ്ജലി. അഞ്ജലി, അഞ്ജലി, ഏയ് എന്തിനാ കരയുന്നേ? അഞ്ജലി, ഓ ഇവിടെ നോക്ക് അഞ്ജലി. What happened? എടി നിന്നെ നിന്നെ തോപ്പിക്കാൻ ആരുമില്ലടി കോളേജിൽ. നിമിഷം പേടിച്ചു പോയല്ലോ. ഇനി മുതല് നല്ലോണം ആലോചിച്ച് എന്റെ അടുത്ത് ബെറ്റ് വെച്ചാൽ മതി കേട്ടോ? ശരി. പ്രിൻസിപ്പൽ എന്താ ചോദിച്ചത്? എന്ത് ചോദിക്കാനാ? എന്താ ക്ലാസ്സിൽ വരാഞ്ഞ എന്നൊക്കെ. ഉടനെ ഞാൻ എന്റെ കഥ വിട്ടു. നമ്മുടെ ശോഭൻ ജാനകിയെ പോലെ കൂടെ കൂടാതെ നീ എന്തിനാ ഇങ്ങനത്തെ ഡ്രാമ കാണിക്കുന്നത്? ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു. ചേച്ചിയുടെ ട്രീറ്റ് എവിടെ? ഓ ഓഫ് കോഴ്സ്. ടിവി ഇന്ത്യക്ക് എവിടെ? ടിവി ഇന്ത്യക്ക്. തിരിച്ചൊന്ന് ആലോചിക്ക്. ടിവി ഇന്ത്യക്ക് ക്യാൻറ്റീൻ എവിടെ? ഹാപ്പി ബർത്ത്ഡേ കണ്ണു. താങ്ക്സ് അമ്മേ. മാഡം എല്ലാം റെഡിയാണ് കേട്ടോ. കാലില് സ്വീറ്റ്സും ബാഗറ്റും എല്ലാം എടുത്തു വെച്ചോ? ആ എല്ലാം വെച്ചിട്ടുണ്ട്. അമ്മ അനുഗ്രഹിക്കണം.
എന്താണ് ഇതെല്ലാം? പോയിട്ട് ബൈ. സുധാകർ, പേഷ്യന്റിനെ ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തേ. നേരത്തെ 2 തവണ ടെസ്റ്റ് എടുത്താണല്ലോ. ഇപ്പോ നിങ്ങൾ എടുത്തത് 3ാമത്തെ റിസൾട്ടാണ്. ഇത് അമ്മയുടെ അടുത്ത് എങ്ങനെ പറയും? ഒരു അമ്മയുടെ അടുത്ത് അവരുടെ മകൾ മരിക്കാൻ പോകുന്നത് എങ്ങനെയാ പറയാ? ഡോക്ടർ, അജിമോൻ സ്വീറ്റ്സും ബ്ലാങ്കറ്റും ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഗുഡ്, വാ പോ. എന്താ പീറ്റർ, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഓ, നന്നായിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. ദൈവത്തിന് അനുഗ്രഹമുണ്ട്. നന്നായി പോകുന്നു. വെരി ഗുഡ്. നന്നായിട്ട് റെസ്റ്റ് എടുക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. സന്തോഷം. എന്നാ മുത്തശ്ശി, എന്നോട് പോയപ്പോഴേ ഒരു ഷോള് വേണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഒരുപാട് സന്തോഷം. ദീർഘായുസായിട്ടിരിക്കട്ടെ. ഒന്നുകൂടി പറഞ്ഞേ. നിന്റെ ഈ നല്ല മനസ്സിന് ദീർഘായുസായിട്ടിരിക്കണമെന്ന്. ഹലോ അങ്കിൾ. എന്താണ് പരിപാടി? എങ്ങനെയുണ്ട്? ഐ ആം ഓക്കെ. എന്നാ നിനക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നാ. എനിക്കോ? എന്താ മേടിച്ചോണ്ട് വന്നിരിക്കുന്നേ? ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. എന്നാ പൈജാമ. ഓ അങ്കിൾ. എന്തു പറ്റി? അങ്കിൾ ഒരു കാര്യം ചെയ്യ്. ഈ പൈജാമ ഇവിടെ വെച്ച് മുറിച്ചു തന്നെ. എന്തിനാ വെട്ടാൻ പറഞ്ഞ്? അയ്യോ അങ്കിൾ, നാളെ എന്റെ കാല് ഓപ്പറേഷൻ ചെയ്ത് കളയാൻ പോവല്ലേ. എനിക്ക് എങ്ങനെ ഇത് ഇടാൻ പറ്റുക? ഞാനിത് മുഴുവനിട്ട ആൾക്കാർ എന്നെ കളിയാക്കില്ലേ? ആന്റി, ഒന്ന് പറഞ്ഞു കൊടുക്ക ആന്റി. അജയ്, വാ. ബൈ. ഓക്കെ, കാര്യങ്ങൾ സിസ്റ്റർ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. ഗുഡ് ലക്ക്. അമ്മേ. റിലാക്സ്, റിലാക്സ്. ഇതെങ്ങനെയാ നിന്റെ അമ്മയുടെ അടുത്ത് പറയാ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്നെ ക്ലാസ്സിൽ പോകാൻ അനുവദിക്ക്. അവന്റെ ക്ലാസ്സിൽ പോണെന്ന് പറഞ്ഞു കേട്ടില്ലേ? പോവാൻ വിടുന്നേ. അവൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇനിയും കളിച്ചു തീർന്നില്ല. നീ ആരടാ? അവിടെ ഇരിക്കടാ. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. എന്നെ തോപ്പിക്കാൻ ഈ ഭൂമിയിലുള്ള ഒരുത്തിനെ കൊണ്ടും പറ്റില്ല. എല്ലാത്തിനും പപ്പടാക്കി കളയാൻ ഞാൻ. ദിലീപ്, നീ പോയിക്കോ. ഉം? ഇനി എന്റെ കൂടെ പഞ്ചുകുസ്തി ചെയ്യ്. മച്ചാ നോക്കടാ, ബലം കാണിക്കാൻ ഒരുത്തൻ വന്നിരിക്കുന്നുണ്ടല്ലേ? ഇതില് ശരത്ത് തന്നെ ജയിക്കത്തുള്ളൂ, നോക്കിക്കോ. വലിയ കാര്യായിപ്പോയി. നിനക്ക് കളി ഇപ്പൊ ആരൊക്കെ കണ്ടോ? അടിക്കണോ? നീ പന്തയത്തിനുണ്ടോടാ? ഞാൻ ബെറ്റ് വെക്കുന്നു. അയ്യോ. ശരത്തെ ജയിക്കത്തുള്ളൂ. എടാ, ഒന്ന് നോക്കടാ. ശരത്തെ ജയിക്കത്തുള്ളൂ, എനിക്ക് ഉറപ്പാ. Come on, come on, ശരത്തെ. അടിച്ച് പുറത്തോട്ട് കളയണം. Come on. Come on, അടിക്കണം. ആ, ഇതാണ് ശരിയായ fighting. വിടല്ല മച്ചാനെ. അടിച്ച് പുറത്തോനെ. ആ, come on.
നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞതാ, അപ്പോൾ ഇതിനെ കൊണ്ട് പറ്റിയല്ലെന്ന്. ഇപ്പൊ കണ്ടില്ലേ എല്ലാ കാര്യം ഉണ്ടല്ലോ. അയ്യോ മാനം കളഞ്ഞല്ലോടാ രാവിലെ തന്നെ. ഓ, ശ്ശെ, അയ്യോ, എന്റെ പോടാ പ്രാശം ഇത്. പോയി കിട്ടി. കൊടുക്കുന്ന ആളെ ഇതാ മാക്കിയുടെ നാണം കെടുത്താൻ വേണ്ടി. അഞ്ജലി ഇതേ നോക്കിയേ. കണ്ടുകൊണ്ടായിരിക്കുന്നെ. ഹായ് ഹീറോ. ഇതുവരെ ഒരു ബെറ്റ് പോലും അഞ്ജലി ജയിച്ചിട്ടേ ഇല്ലല്ലോ. അജയ് തോപ്പിക്കാൻ വേറെ വഴിയില്ലേ? എന്ത് ചെയ്യാനാ? അജയ് ഇതുവരെ നമ്മുടെ കോളേജിൽ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചിട്ടില്ലല്ലോ. എല്ലാവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവാതിരിക്കോ? അതേപോലെ അജയുടെ അടുത്തുള്ള വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിച്ചാ എങ്ങനെ കണ്ടുപിടിക്കും? അവന്റെ അമ്മയെ കണ്ടല്ലോ.